ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുലിഖിതം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം അവിശ്വസ്തതയുടെ മുറിവ്. ഹോസിയായുടെ പുസ്തകം 14-ാം അധ്യായം 4-ാം തിരുലിഖിതം. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും, എൻ്റെ സ്നേഹം ഞാൻ അവരുടെ മേൽ ചൊരിയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സൗഖ്യത്തിൻ്റെ വാഗ്ദാനം കർത്താവ് നിറവേറ്റും. നമുക്ക് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെടാം. എഴുന്നേറ്റ് നിന്ന് സൗഖ്യത്തിൻ്റെയും വെളിപാടിൻ്റെയും അരുളപ്പാടിൻ്റെയും ഉണർവിൻ്റെയും ആത്മാവിൻ്റെ അത്യത്ഭുതമായ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കാം. ഓ, ഒരു പുതുജനനത്തിലേക്ക് നയിക്കുന്ന ആത്മാവേ, ഓ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന ആത്മാവേ, ഒരു വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്ന ആത്മാവേ, ഹൃദയങ്ങളിലേക്ക് ഇടപെടണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ജനനം നൽകും ഓ ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. പുതിയൊരു ശക്തിയിലുണരാ ഇടപെടണമേ. നീ ചൊരിയണമേ ദൈവത്തിന്റെ ശക്തിയെ, പരിശുദ്ധാത്മാവേ, ഉന്നതമുള്ള ശക്തിയെ എന്നിൽ നിറയണമേ. എളിയ മക്കളിലേക്ക് നിറയണമേ. കവിയണമേ, ഹോളി സ്പിരിറ്റ്, കവിഞ്ഞൊഴുകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ, ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിറയണമേ. ഓ ഹോളി സ്പിരിറ്റ്, നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കവിഞ്ഞൊഴുകണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ അഭിഷേകം സകല ഹൃദയങ്ങളുടെ മേലും പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഓ ദൈവമേ, സമാധാനം നഷ്ടപ്പെട്ട ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. ദൈവമേ, സ്നേഹം നഷ്ടപ്പെട്ടു പോയ ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. എൻ്റെ പിതാവേ, കുറ്റബോധത്തിൻ്റെയും നഷ്ടബോധത്തിൻ്റെയും മനപ്രയാസത്തിൻ്റെയും പീഡ അനുഭവിച്ച് നിരന്തരം തളരുന്ന ഹൃദയങ്ങളെയും മനസ്സുകളെയും അവിടുന്ന് സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ തൊടണമേ കർത്താവേ. ഓ ദൈവമേ, കൈക്കുഞ്ഞുങ്ങളെയും ബാലികാബാലന്മാരെ അഭിഷേകം ചെയ്യണമേ. പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥിനികളുടെ ബുദ്ധി അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഈ നിമിഷങ്ങളിൽ വചനം കേൾക്കുമ്പോൾ മടുപ്പും ക്ഷീണവും തോന്നുന്നവർ, ഓരോ വചനം കേൾക്കുമ്പോൾ എതിർപ്പ് തോന്നുന്നവർ, മല്ലടിക്കുന്ന പ്രകൃതങ്ങളിരിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തോടും പരിശുദ്ധാത്മാവോടും മല്ലടിക്കുന്ന എല്ലാ ദുരാത്മാക്കളും അന്ധകാര സേനകളും പൈശാചിക പീഡകളും നസറേനായ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം 4-ാം തിരുലിഖിതം വചനം വലിയൊരു വാഗ്ദത്തം നൽകുകയാണ്.
ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഉണക്കും. ഞാൻ എൻ്റെ സ്നേഹം അവരുടെ മേൽ ചൊരിയും. ദൈവത്തിൻ്റെ ഒരു മുഖം ഇതാ ഇവിടെ വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ഒരു ഭാവം ഇതാ ഈ തിരുലിഖിതങ്ങൾ നമുക്കായി വരച്ചു കാണിക്കുകയാണ്. ഇന്ന് അനേകർ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകാൻ പേടിക്കുകയാണ്. ആരാണവർ? ജീവിതത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചു, ജീവിതത്തിൽ ചില പാപങ്ങൾ വന്നുപെട്ടു. ആ പാപങ്ങൾ നിമിത്തം ദൈവത്തെ വേദനിപ്പിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ അരികിലേക്ക് പോകാൻ പറ്റാത്ത വിധം മനസ്സിൽ വലിയ കുറ്റബോധവും വേദനയും അവർ അനുഭവിക്കുകയാണ്. ഇന്ന് എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ തിരുസഭാ ജീവിതത്തെക്കുറിച്ചും തിരുസഭയുള്ള അനുസരണത്തെക്കുറിച്ചും കാര്യമായ ഒരു പരിജ്ഞാനം കൊണ്ട് നിറയാത്തൊരു കാലഘട്ടം. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് പല കാര്യങ്ങളിലും വ്യതിചലിപ്പിക്കുന്ന, പല കാര്യങ്ങളിലും ഡിസ്റ്റർബ് ചെയ്യുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു നാൾ എൻ്റെ രൂപതാധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ പിതാവിന് എതിരായി എൻ്റെ മനസ്സിൽ ശക്തമായ ചില തോന്നലുകൾ, അതിനെ തുടർന്ന് ശക്തമായ ചില പെരുമാറ്റങ്ങൾ, ചില സംസാരങ്ങൾ. എന്തായാലും എൻ്റെ ഈ നടപടിക്രമങ്ങളും എൻ്റെ സംസാരങ്ങളും എൻ്റെ ഓരോ തരത്തിലുള്ള നീക്കങ്ങളും പാലക്കാട് രൂപതാധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ പിതാവിനെ, ഞങ്ങളുടെ ബിഷപ്പിനെ, എൻ്റെ ബിഷപ്പിനെ അത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും. കാരണം പിതാവ് ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന പിതാവാണ്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന് നിരക്കാത്ത എൻ്റെ ഓരോ നടപടിക്രമങ്ങളും എൻ്റെ ഇടപെടലുകളും പിതാവിനെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ അതിനുശേഷം പിതാവിനെതിരായി ഇങ്ങനെ ചിന്തിക്കുകയും പിതാവിനെതിരായി സംസാരിക്കുകയും പിതാവിനോട് സ്നേഹമില്ലാതെ വിധേയത്വമില്ലാതെ പെരുമാറുകയും അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ട് ഞാൻ പിന്നെ പിതാവിൻ്റെ അടുത്തേക്ക് അധികം പോകാതെയായി. കാരണം എൻ്റെ മനസ്സിലൊരു ചിന്ത, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് പിതാവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ചെന്നിട്ട് എന്തു പറയും? ഇത് പിതാവിനെ ഒത്തിരി സങ്കടപ്പെടുത്തുന്ന സംഗതിയല്ലേ? ഞാനത് ചെയ്യാൻ പാടില്ലാത്തതല്ലായിരുന്നോ? ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഞാൻ പിതാവിൻ്റെ അടുത്ത് പിതാവിന് വലിയ വേദനയായിട്ടില്ലേ? ഇനി ഞാൻ എന്തിനാ പിതാവിൻ്റെ അടുത്തേക്ക് പോണത്? ഇങ്ങനെ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുറ്റബോധം, ഒരു പ്രത്യേക തരത്തിലുള്ള പീഡ എന്നെ അലട്ടുകയാണ്. അതിൻ്റെ നെറ്റ് റിസൾട്ട് ഇതാണ്: എനിക്ക് പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള തുറവി തോന്നുന്നില്ല. എനിക്ക് പിതാവുമായുള്ള ആ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ട്, മനസ്സിൽ ആ ഐക്യം നഷ്ടപ്പെട്ട്, ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട്, ആ ഒരു സന്തോഷം നഷ്ടപ്പെട്ട്, ആ ബന്ധത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയി. ഒരു ദിവസം ഞാൻ തീരുമാനിച്ച് എന്തായാലും ശരി, രണ്ടും കൽപ്പിച്ച് ചെന്ന് പിതാവിനെ ചെന്ന് കാണുക. അങ്ങനെ ഞാൻ ഒരുപാട് തയ്യാറെടുത്ത് പ്രാർത്ഥിച്ച് പിതാവിനോട് എല്ലാ കാര്യവും തുറന്നു പറയാം എന്ന ആ ഒരു ചിന്തയോടുകൂടെ പിതാവിൻ്റെ ആ അരിയിലേക്ക് പോയി. പിതാവിൻ്റെ റൂമിൽ ചെന്നു, പിതാവിനെ കണ്ടു. പിതാവ് എല്ലാം സശ്രദ്ധം കേട്ടു. പിതാവ് പറഞ്ഞു, നോ പ്രോബ്ലം, സാരയില്ല. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ചെയ്ത കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഒരുപക്ഷെ പിതാവ് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ ഈ കാര്യം സോറി പറയുമ്പം പിതാവിനൊരു പ്രത്യേകിച്ചൊന്നും തോന്നാത്തത്. ഞാൻ പിതാവിനോട് അതിക്രമങ്ങളൊന്നും പിതാവ് അറിയാത്തത് കൊണ്ടായിരിക്കും പിതാവ് അത് ഒരു ഫീൽ ചെയ്തുപോലെ കാണിക്കാത്തത് എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ അങ്ങനെയല്ല, ഞാൻ ഇതുപോലെ ഒരു കടുത്ത സ്റ്റെപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ ഇതുപോലെ ചില നടപടിക്രമങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങൾ പിന്നെയും പിതാവിനത് അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ച് ഞാനിത് പിന്നെയും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ പിതാവ് പറയാണ്, എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എല്ലാം ഞാൻ ആ ദിവസങ്ങളിൽ അറിഞ്ഞായിരുന്നു. നോക്കുക, എല്ലാം പിതാവ് അറിഞ്ഞിട്ടും ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്താതെ അഭിവന്യ ബിഷപ്പ് പറയുകയാണ്, തുടർന്ന് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കൂടുതൽ അധ്വാനിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ഞാൻ ചിന്തിച്ച്, ദൈവമേ, ന്യായമായി എനിക്ക് തക്കതായ ശിക്ഷണ നടപടി കിട്ടേണ്ടതാണ്, തക്കതായ താക്കീത് ലഭിക്കേണ്ടതാണ്, തക്കതായ പലതരത്തിലുള്ള നടപടികൾ ഉണ്ടാകേണ്ടതാണ്.
എന്നാൽ പിതാവ് ഒരൊറ്റ അക്ഷരം കുറ്റപ്പെടുത്തി പറഞ്ഞില്ല. ദേഷ്യത്തിൽ ഒരു വാക്ക് പോലും സംസാരിക്കാൻ പിതാവ് തുനിഞ്ഞില്ല. സ്നേഹം നിറഞ്ഞ പെരുമാറ്റം, കരുണ നിറഞ്ഞ നോട്ടം. പ്രിയപ്പെട്ട സഹോദരൻ, പിന്നീട് ഇന്ന് വരെ പിതാവിനെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ, അഭിമന്യു പിതാവിനെതിരെ ഒരു സെക്കൻഡ് ചിന്തിക്കാൻ എൻ്റെ ദൈവം എനിക്ക് ഇടവരുത്തിയിട്ടില്ല. എന്തെങ്കിലും ഒരു ചെറിയ ചിന്ത വരുമ്പോൾ ആ പിതാവിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകൾ, പിതാവിൻ്റെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം അതിൻ്റെ ഓർമ്മയിലേക്ക് എത്തും. പിന്നീട് ഇന്ന് വരെ അഭിമന്യു പിതാവിനെതിരെ ഒരു സെക്കൻഡ് അത് എതിർ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. ഞാൻ അന്ന് ആ കരുണയും ആ സ്നേഹവും അനുഭവിച്ച് തിരിച്ച് എൻ്റെ ദേശത്തേക്ക് മടങ്ങുമ്പോൾ, എൻ്റെ ശുശ്രൂഷാ സ്ഥാനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ, ഞാനിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ് എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാം തിരുലിഖിതം, കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് എൻ്റെയും നിങ്ങളുടെയും ദൈവം. ബൈബിളിൽ എനിക്കും നിങ്ങൾക്കും പിതാവായി വെളിപ്പെടുത്തപ്പെട്ട ജീവിക്കുന്ന കർത്താവ്. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെ ജീവിത തെറ്റുകളും കുറ്റങ്ങളും വരുമ്പം പല അകൃത്യങ്ങളും സ്വർഗസ്ഥനായ പിതാവിനെതിരെ ചെയ്യാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതും ചിന്തിക്കാൻ പാടില്ലാത്തതും ചെയ്ത് പാപം ഒരു കുന്നുപോലെ കുന്നുകൂട്ടിയിട്ട് ഞാനും നിങ്ങളും പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോഴും സ്വർഗസ്ഥനായ പിതാവ്, ജീവിക്കുന്ന ദൈവം, ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്താതെ സ്നേഹം മാത്രം ചൊരിയുന്ന പിതാവ്. അതാണ് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവം. ഹോസിയായുടെ പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യം അതല്ലേ സൂചിപ്പിക്കുന്നത്? ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും. അവിശ്വസ്തത ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ തെറ്റുകളും ഹൃദയത്തിൻ്റെ മുറിവുകളാണ്. ഓരോ അവിശ്വസ്തയും ആത്മാവിൻ്റെ മുറിവുകളാണ്. ഈ മുറിവുമായി ദൈവത്തിലേക്ക് ചെല്ലുക, ഈ മുറിവുമായി യേശുവിലേക്ക് പോവുക. പിതാവായ ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഉണക്കും. എങ്ങനെയാണ് ദൈവം അവിശ്വാസയുടെ മുറിവ് ഉണക്കുന്നത്? എൻ്റെ സ്നേഹം ഞാൻ അവരുടെ മേൽ ചൊരിയും. എൻ്റെ സ്നേഹം ഞാൻ അവരുടെ മേൽ ചൊരിയും. ആ സ്നേഹം ചൊരിഞ്ഞ് മുറിവുണക്കുന്ന ദൈവമായിട്ടാണ് ബൈബിളിലെ ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം ദൈവമക്കളുടെ ഹൃദയത്തിൽ അവർ ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവത്തിനോട് ഇഷ്ടമല്ല, എൻ്റെ ദൈവം എന്നെ വെറുക്കുന്നു, എൻ്റെ ദൈവം എന്നെ വെറുക്കുന്നു. അതിനവർ കാരണം പറയണത്, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ ദൈവത്തിനെതിരായി ജീവിച്ചിട്ടുണ്ട്, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഞാനിനി ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല, ഞാനിനി ഇങ്ങനെ വലിയവായിൽ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ ദൈവത്തോട് പാപം ചെയ്തിട്ട് ഞാൻ ദൈവത്തോട് അവിശ്വാസം ചെയ്തതുകൊണ്ട് ഇന്ന് ദൈവത്തിനോട് ഇഷ്ടമല്ല. ദൈവത്തിന് ഇഷ്ടമുള്ള ചില ആളുകളൊക്കെ ലോകത്തിലുണ്ട്. വിശുദ്ധനായ അസീസി പുണ്യവാളൻ, വിശുദ്ധനായ ഡോൺ ബോസ്കോ, മദർ തെരേസ, അങ്ങനെ ധന്യരും വിശുദ്ധരും നല്ല ജീവിതം നയിച്ച ആളുകളൊക്കെ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഞാൻ പാപി, ഞാൻ ദുഷ്ടൻ, ഞാനൊരു മഹാക്രൂരനായ മനുഷ്യൻ, അതുകൊണ്ട് എൻ്റെ ദൈവത്തിന് എന്നെ വെറുപ്പാ. ഇങ്ങനെ ഒരുപാട് പേരുടെ മനസ്സിൽ ചിന്തയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പൈശാചികമായൊരു ചിന്തയാണ്. ജീവിക്കുന്ന ദൈവം ബൈബിളിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വെളിപാടുകളോട് യോജിക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല അത്. ബൈബിളിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 24-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ദൈവം ആരെയും വെറുക്കുന്നില്ല, വെറുത്തിരുന്നെങ്കിൽ അവിടുന്ന് സൃഷ്ടിക്കുമായിരുന്നില്ല. അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല. എത്ര കഠിനമായ പാപം ചെയ്തൊരു വ്യക്തിയാകട്ടെ, എത്രമാത്രം നിന്ദാകരമായി പ്രവർത്തിച്ചൊരു വ്യക്തിയാകട്ടെ, ദൈവത്തെ പിടിച്ച് കുരിശിൽ തറച്ച് കൊന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ദൈവം അപ്പോഴും എന്നെയും നിങ്ങളെയും കരുണയോടെ നോക്കുകയാണ്, കരുണയോടെ നോക്കുകയാണ്. അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല. വെറുത്തിരുന്നെങ്കിൽ അവിടുന്ന് സൃഷ്ടിക്കുമായിരുന്നില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 24-ാം വാക്യത്തിലാണ് നാം ഇത് വായിക്കുന്നത്. ജോബിന്റെ പുസ്തകത്തിൽ 36-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിലും നാം ഇത് കാണുന്നുണ്ട്. ദൈവം സർവശക്തനാണ്, അവിടുന്ന്
ആരെയും വെറുക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഏതെങ്കിലും മുക്കിലും മൂലയിലും വെച്ച് ചില കഠിനമായ തെറ്റുകൾ സംഭവിച്ചു. ഞാനും നിങ്ങൾ കുറ്റബോധത്തിരിക്കരുത്. ഞാനും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വേഗം എഴുന്നേറ്റ് പിതാവിൻ്റെ പക്കലേക്ക് പോകണം. ദൈവം നമ്മുടെ അപ്പനാണ്. അവിടെ നമുക്ക് അപ്പനെ പോലെയുള്ള ഒരു പ്രതിഭാസമല്ല. ദൈവം നമുക്ക് അപ്പനാണ്. ജെറമിയ 31-9 വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. പിതാവിനെ പോലെയല്ല, ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഇതാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. വിലാപത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 19ഉം 20ഉം തിരുലിഖിതങ്ങൾ എൻ്റെ അലച്ചിലിൻ്റെയും കഷ്ടതയുടെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നല്ലോ. ഒരു മനുഷ്യന്റെ പച്ചയായ വേദനയാണ്. ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച തെറ്റുകൾ, ജീവിതത്തിൽ ഇന്നലകൾ സംഭവിച്ച അരുതായ്മകൾ, അത് ഇന്നിൻ്റെ ദുഃഖമാണ്, അത് ഇന്നിൻ്റെ കണ്ണുനീരാണ്. ഒരു നെരിപ്പോട് പോലെ ഹൃദയം ഇരുന്ന് വേവുകയാണ്. ഇത് ആരോട് പറയും? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഹൃദയം ഇരുന്ന് വേവുകയാണ്. പ്രിയ പൈതലേ, ദൈവത്തിൻ്റെ വചനം വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. ഈ ലോകത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും, ഈ ലോകത്തിൽ ചെയ്തത് മുഴുവൻ തെറ്റായി പോയ ഒരു വ്യക്തിയാണെങ്കിലും, മുഴുവൻ തകർന്നൊരു വ്യക്തിയാണെങ്കിലും, വചനം പഠിപ്പിക്കുകയാണ്, ഒരു കാര്യം അതെനിക്ക് പ്രത്യാശ നൽകുന്നു. എന്താണ് ആ കാര്യം? വിലാപം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത എത്ര ഉന്നതം. അത്യുന്നതമായ വിശ്വസ്തയോട് കൂടിയവനാണ് കർത്താവ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിശ്വസ്തനാണ്, എൻ്റെ ജീവിതത്തിൽ അവിശ്വസ്തതയുടെ മുറിവുണ്ട്. പക്ഷേ എൻ്റെ ദൈവം എൻ്റെ അവിശ്വസ്തതയുടെ മുറിവുണക്കുന്നവനാണ്. അവിടുത്തെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. പ്രിയ ദൈവമക്കളെ, എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ ഇന്ന് വരെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളും കുറ്റങ്ങളും ഓർത്ത് അലച്ചിലിൻ്റെയും കഷ്ടതയുടെയും ഓർമ്മ ഒരു കൈപ്പേറി വിഷം പോലെ ഹൃദയത്തിൽ കടന്ന് വേദനിക്കുകയാണോ? ജീവിതം മുഴുവൻ ഇരുന്ന് വിങ്ങുന്നൊരവസ്ഥയിലാണോ? ചങ്ക് പിടയുന്നൊരവസ്ഥയിലാണോ? മനം തകരുന്നൊരവസ്ഥയിലാണോ? എൻ്റെ മകനെ, മകളെ, നിന്റെ ഹൃദയം തകരരുത്. നിന്നെ മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്. നിനക്ക് ജീവനും ജീവിതവും നൽകിയവൻ, നിന്നെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്തവൻ, നിന്നെ പേര് ചൊല്ലി വിളിച്ചവൻ, സർവശക്തനായ ദൈവം. ആ ദൈവം തൊട്ട് വിളിക്കുകയാണ്, ആ ദൈവം തൊട്ട് ആശ്വസിപ്പിക്കുകയാണ്. കണ്ണടച്ച് എല്ലാ ഹൃദയങ്ങളും അവിശ്വസ്തതയുടെ മുറിവുണക്കുന്നവനായ സർവശക്തന്റെ കരങ്ങളിലേക്ക് ജീവിതത്തിന്റെ വേദനകളെ സമർപ്പിച്ച് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. ദൈവമേ, എന്നെ ഓമനയായി കരുതുന്നു. പിതാവേ, അമ്മ എന്നെ പിതാവേ, മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, ദൈവമേ, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും,
കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. എന്നെ ഓമനയായി ഈ നിമിഷങ്ങളിൽ ഹൃദയം തുറന്നു ഹൃദയത്തിന്റെ വേദനകൾ തിരുസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. ദൈവമേ, ഈ ജീവിതം ഒരു ഉടഞ്ഞ പളുങ്ക് പാത്രം പോലെയാണ്. ഒരുപാട് അവിടുന്ന് സ്നേഹിച്ചു, ഒരുപാട് അവിടുന്ന് കൈപിടിച്ച് നടത്തി. എന്നാൽ അവിശ്വസ്തനായി വെറിക്കൂത്തുകളിൽ മുഴുകി, അവിശ്വസ്തനായി തൻ്റെ ഇഷ്ടത്തിന് പോയി. ഇന്ന് അന്ധകാരത്തിലാണ്. അനാഥത്വത്തിൻ്റെയും ഏകാന്തതയുടെയും ജീവിതത്തിലെ കഷ്ടതയുടെയും കൈപ്പേറിയ ഓർമ്മകൾ ഹൃദയത്തെ മതിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുത്തെ കരങ്ങളാൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ, സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമേ പിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ശമനമില്ലാത്ത ദുഃഖത്തിലേക്ക് സ്നേഹത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ. അപ്പത്തിൻ രൂപമായിതാ ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ. അപ്പത്തിൻ രൂപമായിതാ ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. ഒരിക്കൽ നിത്യവിധിയാളനായി വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുവാനിരിക്കുന്ന നമ്മുടെ രക്ഷിതാവായ യേശു ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മുമ്പിൽ. രണ്ട് കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തുക. മകനെ, മകളെ, നിന്റെ ഹൃദയ വ്യഥകൾ എന്തുമാകട്ടെ, കണ്ണുനീരോടുകൂടെ യേശുവിനെ നാമം വിളിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരോട് രക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നതത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഓ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇപ്പോൾ അന്ധകാരങ്ങളും തകർച്ചകളും മാറി യേശുവിന്റെ നാമത്തിലുള്ള രക്ഷയുടെ അഭിഷേകം നിറയട്ടെ. പാപവും ലോകബന്ധനങ്ങൾ വിട്ടുമാറി നിത്യരക്ഷയുടെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ അനുഭവം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെ രാജ്യത്തിൽ നിത്യമായി പ്രശോഭിക്കാനുള്ള ദാഹം കൊണ്ട് നിറയട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധിക്കുന്നു ദൈവമേ, ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ.
എൻ്റെ പേര് ബെന്നി, തൃശ്ശൂരടുത്ത് വീട്. എനിക്ക് 10 വർഷത്തിന് മേലെയായി ചെവിട് പഴുപ്പായിട്ട്. അത് മണം ഇതൊന്നുമില്ല, അത് തോണ്ടി കളയും, കഞ്ഞിവെള്ളം മാതിരി വരുന്ന ഇതായിട്ട്. അതിപ്പോൾ തിങ്കളാഴ്ച മുതൽ എനിക്ക് കാണാനില്ല. കുളിച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും ചെവിട് പഴുക്കും. അങ്ങനെയുള്ളതുണ്ടായിരുന്നതാണ്. അത് ഇതുവരെയായിട്ടും എനിക്ക് കാണാനില്ല. 10 വർഷമായിട്ട് നിരന്തരമായിട്ട് ചെവിയിൽ നിന്ന് പഴുപ്പ് പൊട്ടിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഇതാ ധ്യാനകേന്ദ്രത്തിൽ വന്നപ്പോൾ 5 ദിവസമായി പിന്നെ രോഗപിടി ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ആടിത്തിരിക്കുന്ന വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കോർത്ത് പിടിച്ച സന്തോഷത്തോടെ ആടിപ്പാടാം. ദൈവമേ